പ്രവർത്തനം നടന്നപ്പം ഞാനും അവിടെ നിസ്കരിച്ചു. പക്ഷേ ഞാൻ പടച്ചവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. 10-25ഓളം മയ്യത്തുകൾ കുളിപ്പിച്ച് വൃത്തിയാക്കാൻ പടച്ചവൻ എനിക്ക് അവസരം തന്നു. ഈ 10-25 പേർ എൻ്റെ ആരാണ്? ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടാകുമോ എൻ്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരി അവസാന വാക്കുകൾ ഇടറിപ്പോവുകയാണ്. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തു. അതും ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ. ഊരും പേരും അറിയാത്ത ഏതോ മനുഷ്യനെ ഏതോ ഒരുവൾ കഴുകി വൃത്തിയാക്കി അന്ത്യവിശ്രമത്തിനായി പറഞ്ഞയക്കപ്പെടുന്നു. ഇതും നമുക്ക് തരുന്നൊരു ഓർമ്മകളാണ്. ഒരുപാട് സോഷ്യൽ മീഡിയകളിലും ഒരുപാട് ഇടങ്ങളിലെല്ലാം നമ്മൾ കേട്ടതാണ് പലതും അല്ലെ. പിറന്ന നേരത്ത് തൊട്ടതാരെന്നറിയില്ല എനിക്ക്, മരണമേ നീ എന്നെ കാർന്നെടുക്കുന്ന നേരത്തും ആരെന്നെ ചിതയിലേക്ക് എടുക്കുമെന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ജീവിതയാത്രയിൽ മറ്റുള്ള മജനജന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ എനിക്ക് എന്തേ കഴിയാത്തത്? ഞാൻ അലമുറയിട്ട് വിളിക്കുമ്പോൾ ഓടി വരാൻ പറ്റുന്ന എൻ്റെ അയൽവാസിയെ എന്തിനാണ് ഞാൻ ശത്രുവായി കാണുന്നത്? എന്നോടൊരു മനുജൻ ചോദിക്കുന്നു, ആരാ നിന്റെ ശത്രു എന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ണുകൾ അടച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അയൽവാസിയാണ്. സത്യത്തിൽ ഒരു ശരാശരി മലയാളിയോട് ചോദിച്ചാൽ മലയാളിക്ക് പറയാനുള്ളത് നമ്മൾ അയൽവാസിയാണ്. ആരാ ശത്രു എന്ന് ചോദിച്ചാൽ നമ്മുടെ അയൽപക്കത്തൊരു ശത്രുവുണ്ട്. മിത്രമായി കാണേണ്ട അയൽവാസിയെ ശത്രുവായി കാണുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ഇന്ന് ശക്തി കൂടുകയാണ്. അതിന് മറ്റൊന്നുമല്ല കാരണങ്ങൾ. കെട്ടിയടയ്ക്കപ്പെട്ട മതിലുകളും CCTVകളും എല്ലാമായി നമുക്ക് വണ്ടിയും കാറും നമ്മുടെ സമ്പത്തും നമ്മുടെ ദാരിദ്ര്യവും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യന് അയൽവാസിയെ ആവശ്യമില്ല. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അയൽ വീടുകൾ നമ്മൾ ഉമ്മയപ്പരോടൊക്കെ ചോദിച്ചാൽ മതി, അടുത്ത വീട്ടിൽ നിന്ന് അയച്ചാത്ത അല്ലെ ഖദീജെ ഒരു ഗ്ലാസ് പഞ്ചസാര താക്കെ വന്നിട്ട് തരാമെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. കുറച്ച് മുളക് താ, 4 തക്കാളി താ, മല്ലിപ്പൊടി താ, മുളക് താ എന്നൊക്കെ പറയുന്ന ഒരു പഴയ കാലം ഇവിടെയുണ്ട്. ഇന്നാരും കൊടുക്കലില്ല, ആരും വാങ്ങലുമില്ല. ഇന്നാരും കൊടുക്കലുമില്ല, വാങ്ങലുമില്ല. ഇന്ന് എല്ലാവർക്കും വീട്ടിൽ എല്ലാ സാധനങ്ങളുമുണ്ട്. പണ്ടൊരു വസ്ത്രമിട്ട് സ്കൂളിൽ പോയ നമ്മൾ, ഒരുപക്ഷെ നമ്മുടെ മുമ്പുള്ള നമ്മുടെ ഏട്ടന്മാർ, നമ്മുടെ അച്ഛന്മാർ, അത് മാത്രം കഴുകി ഉണക്കി അത് ഉണങ്ങിയിട്ട് വേണം പുറത്തു പോകാനെന്ന് കാത്തിരുന്ന ഒരു തലമുറയെ നമ്മൾക്ക് മുമ്പിൽ നടന്നു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു വണ്ടിയായിട്ട് വന്നാൽ നിങ്ങളുടെ കുട്ടികൾ ഡ്രസ്സ് എടുത്താൽ ഒരുപക്ഷെ ഒരു ജീപ്പിനകത്തോ ഒരു വണ്ടിക്കകത്തോ നിങ്ങളുടെ മക്കളുടെ ഡ്രസ്സും ബാഗും അവരുടെ ചെരുപ്പും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അത്രമേൽ അവർ ഇന്നത്തെ കാലത്താണ് അവർ ജീവിക്കുന്നത്. സ്നേഹ വായ്പകൾ, ഭക്ഷണം, ടെക്നോളജി, അവരുടെ കയ്യിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ എല്ലാം അവരെന്ന് ആവശ്യത്തിന് അവർ ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെല്ലാവരും അവരെ ലോകത്തന്ന് ജീവിക്കണേ. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർ അത്ഭുതങ്ങളെയും ഇതിഹാസങ്ങളെയും നേടി പോകുന്നവരാണ്.